ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഏകാദശിയാണ്. രാവിലെ ഒരു 3:30 ആയപ്പോഴത്തേനും ഞാൻ അലാറം വെച്ചിട്ട് 3:45 കഴിഞ്ഞപ്പോൾ എണീറ്റു കേട്ടോ. എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് കേട്ടോ. 3:30 അലാറം വെച്ചിട്ട് 3:45 4 മണിക്കുള്ളിൽ തന്നെ എണീക്കും കേട്ടോ. അപ്പോൾ 4ന് 10 മിനിറ്റ് ഉണ്ട്. ഇരുട്ടായതുകൊണ്ടാണ് കേട്ടോ അത് സമയം കൃത്യമായിട്ട് കാണാത്തത്. അപ്പോൾ ഞാൻ ഓടിപ്പോയി കുളിച്ച് വന്നിട്ട് വിളക്കൊക്കെ കൊളുത്തി കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും ഒരു 4:30 മണിക്കാണ് നമ്മൾ വിളക്ക് കൊളുത്തുന്നത്. 4:30 4:45 തന്നെ. 4:45 കഴിഞ്ഞ് അങ്ങനെ പോവില്ല കേട്ടോ. അതിനുള്ളിൽ തന്നെ ഞാൻ വിളക്കൊക്കെ കൊളുത്തും. പിന്നെ ആ ഭഗവാന്റെ ആ ഒരു മേശ പുറത്തുള്ള കുഞ്ഞു വിളക്കുകളൊക്കെ മാത്രമാണ് രാവിലത്തെ സമയത്ത് കൊളുത്തുന്നത്. സന്ധ്യയ്ക്ക് മാത്രമേ ഞാൻ ഉമ്മറത്ത് വലിയ നിലവിളക്ക് കൊളുത്തുള്ളൂ കേട്ടോ. അപ്പോൾ പുറത്താണെങ്കിൽ നല്ല ഇരുട്ടാണ്, നല്ല തണുപ്പുണ്ട്. എന്താ പറയുക, വൃശ്ചിക മാസത്തിൻ്റെ ആ ഒരു തണുപ്പും നമ്മൾ കുളിക്കുമ്പോഴാണെങ്കിലും ഭയങ്കര തണുപ്പാണ്. പക്ഷേ എങ്കിലും നമ്മൾ ആ ഒരു ആ ഒരു രാവിലത്തെ സമയത്ത് കുളിച്ച് നിലവിളക്ക് കൊളുത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അത് നമുക്ക് എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഉന്മേഷമായിരിക്കും കേട്ടോ ആ ഒരു ദിവസം മുഴുവനും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ എനിക്കപ്പോൾ ഇന്നാണെങ്കിൽ ഗുരുവായൂർക്ക് പോകണം കേട്ടോ. ഞാനും അമ്മയും കൂടിയാണ് ഗുരുവായൂർക്ക് പോകുന്നത്. അപ്പോൾ അതിന് പോകാനുള്ള ആ ഒരു തിരക്കിലും കൂടിയാണ്. അപ്പോൾ തലേദിവസം പോകാമെന്നാണ് അമ്മ പറഞ്ഞത്. പക്ഷേ തലേദിവസം പോയി കഴിഞ്ഞാൽ എനിക്ക് കുഞ്ഞുന് സ്കൂളിലൊക്കെ പോകണം, എക്സാമുമാണ്. അപ്പോൾ ഞാനില്ലെന്നുണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ല. അപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 8 മണിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം ഒരു 5-6 മണിക്കൊക്കെ ദർശനം നടത്താൻ പറ്റും എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല. ഏകാദശിയുടെ ദിവസം ഗുരുവായൂർ നല്ല തിരക്കായിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ അതുപോലെ ഇതിന് മുന്നേ പോയപ്പോഴൊക്കെ നമ്മൾ ആ ഒരു വൈകുന്നേര സമയത്ത് ദർശനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പച്ചക്കായ മെഴുക്ക് പുരട്ടി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അന്നത്തെ ദിവസം ഞാൻ വീട്ടിൽ നോൺ വെജ് ഒന്നും തന്നെ വെച്ചിട്ടില്ല. സാധാരണ ഞാൻ 2-3 കറിയൊക്കെ ഒരു മുട്ടയെങ്കിലും വറുത്തൊക്കെ ശ്യാമിന് കൊടുക്കുന്നതാണ്. പക്ഷേ ഇന്ന് ഞാൻ അതൊക്കെ ഒഴിവാക്കി കേട്ടോ. പിന്നെ അതുപോലെ തിരക്കായത് കാരണം ഞാൻ വലിയ കറികളൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ശ്യാമിനാണെങ്കിലും ഒന്നോ രണ്ടോ കറിയൊക്കെ മതി കേട്ടോ ആൾക്ക്. അപ്പോൾ ഇന്ന് പച്ചക്കായ പരിപ്പും കൂടി മെഴുക്ക് പുരട്ടിയാൽ മതിയെന്ന് ചോദിച്ചപ്പോൾ എന്നൊക്കെ എന്നോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ റെഡിയാക്കിയൊക്കെ വെക്കാം കേട്ടോ. ഞാനാണെങ്കിൽ വ്രതം എടുക്കുമ്പോൾ തലേദിവസം അരിയാഹാരം ഒരിക്കലായിരിക്കും കേട്ടോ. അപ്പോൾ തലേദിവസം ഇപ്പോൾ മണി 6:30 ആവാൻ പോകുന്നു. ചോറൊക്കെ ശരിയായിട്ടുണ്ട്. ഇതാ പുട്ടിന് നനച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പുട്ടിൻ്റെ കറിയായിട്ട് വെച്ചത് ചെറുപയറാണ് കേട്ടോ. ചെറുപയർ നോൺ വെജ് ഒന്നും വെച്ചിട്ടില്ലാത്തതുകൊണ്ടിട്ട് ചെറുപയർ വളരെ കുറച്ചേ വെച്ചുള്ളൂ. കാര്യം ഇവർ അത് കഴിക്കലൊക്കെ കണക്കായിരിക്കും. ഇവർക്ക് അങ്ങനെ ചെറുപയറൊന്നും വലിയ ഇഷ്ടമല്ല. അപ്പോൾ ഈ ചെറുപയർ വേവിച്ചപ്പോൾ ഞാൻ കുറച്ചധികം വേവിച്ചിട്ട് എനിക്കുള്ള കുറച്ച് പയർ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ വേണ്ടി ഞാൻ പയറാണ് കേട്ടോ കഴിക്കുന്നത്. തലേദിവസം ഞാൻ ഒരിക്കലെടുത്തപ്പോൾ രാവിലെ 2 അപ്പം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ മൈദ കൊണ്ടിട്ടുള്ള ഒരു പഴംപൊരിയും പിന്നെ ഒരു ഗ്ലാസ് പാല്, കപ്പയും ഒരു ഗ്ലാസ് പാലും രാത്രിയിൽ കഴിച്ചു. ഇത്രയാണ് ഞാൻ തലേദിവസം കഴിച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ കുക്കറിൽ പച്ചക്കായൊക്കെ വേവിക്കാൻ വെച്ചിട്ട് തൊട്ടടുത്തുള്ള കൃഷ്ണൻ അമ്പലം ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഒന്ന് പോയി തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു. എല്ലാ ദിവസവും അവിടെ പോകണമാണ്. അപ്പോൾ അന്നും ഞാൻ മുടക്കിയില്ല. അങ്ങനെ അവിടെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സമയത്ത് ഞാൻ കണ്ണനെ വിളിച്ച് എണീപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ണനാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അമ്പലത്തിലേക്ക് പോയപ്പോൾ ഞാൻ ഫോണൊന്നും കൊണ്ടുപോയില്ല. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലല്ല പോയത്. അങ്ങനെ വേഗം അവിടെ തൊഴുത് വന്നിട്ട് ചായ വെച്ചു കേട്ടോ. ചായ എനിക്ക് കുടിച്ചില്ലെങ്കിൽ പറ്റില്ല. നമ്മൾ ഈ വ്രതമൊക്കെ എടുക്കുമ്പോൾ പല രീതിയിൽ നമ്മൾ വ്രതം എടുക്കാം. ഉപവാസം എടുക്കുന്നവരുണ്ട്, എങ്ങനെ വേണേലും എടുക്കാം. നമ്മളുടെ ആരോഗ്യസ്ഥിതി നോക്കിയിട്ട് വേണം നമ്മൾ ഇതൊക്കെ എടുക്കണമെങ്കിൽ. അപ്പോൾ എനിക്കാണെങ്കിൽ രാവിലത്തെ സമയത്ത് എനിക്ക് കുറച്ചെങ്കിലും ചായ കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അന്നത്തെ ദിവസം മൊത്തം തലവേദനയായിരിക്കും. ആ ഒരു ദിവസം മുഴുവനും തലവേദന എടുത്ത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത തലവേദനയായിരിക്കും. അപ്പോൾ നമ്മൾ വ്രതം എടുക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ആ ഒരു സമയമൊക്കെ നമ്മുടെ മനസ്സിനാക്കിയാണെങ്കിലും സന്തോഷം ഉണ്ടാവണം. നമ്മൾ അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം നമുക്ക് ആ ഒരു അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ അങ്ങനെയുള്ള കാര്യം ചായ കുടിച്ചാൽ പറ്റില്ല എന്നുള്ളവർക്കൊക്കെ നമ്മൾ അതൊക്കെ ഒഴിവാക്കാതെ നമ്മളുടെ ആരോഗ്യസ്ഥിതി നോക്കിയിട്ട് വേണം കേട്ടോ വ്രതം എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ വളരെ ഒരു ചെറിയൊരു ഗ്ലാസ്സിന് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ നിന്ന് വന്നിട്ട് ചായ കുടിച്ച് ശ്യാമിന് കൊണ്ടുപോകാനുള്ള ചോറൊക്കെ പാക്ക് ചെയ്തിട്ടോ. പച്ചക്കായും പരിപ്പും കൂടിയിട്ട് മെഴുക്ക് പുരട്ടി അതെല്ലാം പാക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ശ്യാമും കുഞ്ഞുമൊക്കെ എണീറ്റിട്ടുണ്ട്. കണ്ണനും എഴുന്നേറ്റ് അടുക്കളയിൽ വന്ന് എന്നോട് സംസാരിക്കാനും ഒക്കെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കി എല്ലാം ക്ലീൻ ആക്കിയൊക്കെ ഇട്ട്. കാര്യം നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വരുന്ന സമയം പറയാൻ പറ്റില്ല. ഒത്തിരി വൈകിയൊക്കെ ആയിരിക്കും പറഞ്ഞത്. രാത്രി ഒരു ലാസ്റ്റ് ബസ്സിനെങ്കിലും വരാൻ പറ്റും എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷയിലാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ എനിക്ക് കഴിക്കാൻ വേണ്ടി ഞാൻ ചെറുപയർ, എനിക്ക് ഈ വ്രതമൊക്കെ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള ഭക്ഷണങ്ങളാണ് കേട്ടോ. ചെറുപയർ വേവിച്ചിട്ട് തേങ്ങയിട്ടിട്ട് കഴിക്കുക, വൻപയർ തേങ്ങയിട്ടിട്ട് കഴിക്കുക, കപ്പ തേങ്ങയിട്ടിട്ട് കഴിക്കുക. എനിക്ക് ഇങ്ങനെയുള്ള ഭക്ഷണമൊക്കെയാണ് കൂടുതലും എനിക്കിഷ്ടം. അത് എനിക്ക് രാവിലെയും വൈകുന്നേരമൊക്കെ ഞാൻ അങ്ങനെയുള്ള കുറച്ച് നമ്മുടെ വയറ് നിറഞ്ഞിരിക്കാണ്ട് വളരെ ലൈറ്റായിട്ടൊക്കെ കഴിക്കുക. അപ്പം ഞാൻ ഗുരുവായൂർക്ക് പോകാൻ വേണ്ടിയിട്ട് അമ്മ അവിടെ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞ് ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ സാരിയാണ് എടുത്തിട്ട്, മയിൽപ്പീലിയുടെ ആ ഒരു സാരി, നല്ല സാരിയല്ലേ. അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് ഞാനപ്പോൾ പോകാൻ വേണ്ടി റെഡി ആയിട്ടോ. അങ്ങനെ നല്ലൊരു ദിവസം പ്രാർത്ഥിച്ചിട്ടൊക്കെ അമ്പലത്തിലേക്ക് ഇറങ്ങി. അങ്ങനെ ഒരു കുഞ്ഞ്
നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം.